വീട്ടിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജോസഫ്, അവിടെ ആളുകളെ വലിയ രീതിയിലുള്ള ജനസഞ്ചയമാണ്. എത്രത്തോളം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്? ലബീഷ്, ഇപ്പോൾ ആളുകളോട് ഇവിടെ കൂട്ടം കൂടി നിൽക്കരുതെന്ന് പോലീസ് ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടുന്നതിലധികം അടക്കം തടസ്സപ്പെടുത്തരുത് എന്നാണ് പോലീസ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വരിവരിയായി നിർത്തുകയാണ്. നീണ്ട നിരയാണിപ്പോൾ അർജുനെ കാണാൻ വീട്ടിലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നീണ്ട നിരയാണിപ്പോൾ ഈ വീടിന്റെ മുൻപിലും അനുഭവപ്പെടുന്നത്. അവസാനമായി അർജുനെ ഒരു നോക്ക് കാണുക എന്നതാണ് ഇവരുടെ എല്ലാം ആഗ്രഹം. കാരണം നാടിനും വീടിനും പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളത് ഏറെ അങ്ങനെ ആഗ്രഹിച്ച് എത്തിച്ചേർന്നിരിക്കുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇപ്പോൾ ഈ ജനസഞ്ചയത്തെ നിയന്ത്രിക്കാൻ പാടുപെടേണ്ടി വരുന്നത്. പക്ഷേ ആളുകൾ അക്ഷമയോടെ കാത്തു നിൽക്കുന്നു. വഴിയോരങ്ങളിൽ മതിലിനോട് ചേർന്ന് ഇത്തരത്തിൽ അവസാനമായി ഒരു അദ്ദേഹം കടന്നു പോകുന്നത് കാണാൻ ഇത്തരത്തിൽ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. ഈ കണ്ണാടിക്കൽ ടൗണിൽ നിന്നും വീട്ടിലേക്ക് 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ 2 കിലോമീറ്റർ ദൂരം കാൽനടയായി അനുഗമിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. മറ്റ് വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയും സാമൂഹിക നായകന്മാരെയും നേതാക്കന്മാരെയുമാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. എന്തായാലും വീടിന്റെ പരിസരങ്ങളിലും ഇത്തരത്തിൽ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ, അർജുന്റെ ഭൗതികദേഹം അന്തിമോപചാരം അർപ്പിക്കുക, അർജുന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 72ാം ദിനം കണ്ടെത്തിയ അർജുനെ 75ാം ദിനമാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാരിക നിമിഷങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. മാത്രമല്ല നാട്ടുകാരോട് അയൽക്കാരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ ഈ അർജുനെ കുറിച്ചും അർജുന്റെ കുടുംബത്തെ കുറിച്ചും കണ്ണീരോടെ പറയുന്നൊരു സങ്കട കാഴ്ചയും നമുക്ക് ഇവിടുത്തെ കാണാൻ സാധിക്കും. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്ന് പോലും അർജുനെ കാണാൻ വേണ്ടി ഇവിടെ പലരും എത്തിച്ചേരുന്നുണ്ട്. ഒരു വാക്കുകൊണ്ടോ ചിരി കൊണ്ടോ ഒരു സൗഹൃദവും ഇല്ലാതിരുന്ന ഒരാൾ ഈ 72 ദിനം കൊണ്ട് എല്ലാവരുടെയും എല്ലാം ആയി എന്നുള്ള ഒരു തോന്നലാണ് മലയാളികൾക്ക് മൊത്തമുള്ളത്. മാത്രമല്ല ഈ കന്നഡ സ്വദേശികളായിട്ടുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോഴെന്നും ചോദിക്കും, അർജുനെ ലഭിച്ചോ. അവർ പോകുന്ന ഘട്ടങ്ങളിലെല്ലാം ആളുകൾ തടിച്ചു കൂടിയിരുന്നു. ഇത്തരത്തിലുള്ള കാണുവാൻ വേണ്ടി വിവിധയിടങ്ങളിൽ തടിച്ചു കൂടിയിരുന്നു. അങ്ങനെ മലയാളികൾക്കും മാത്രമല്ല കന്നഡികർക്കും ഏറെ സുപരിചിതനാണ് ഇപ്പോൾ അർജുൻ. ഏറെ വേദനയോടുകൂടി തന്നെയാണ് കന്നഡ മണ്ണും ഇത്തരത്തിൽ അർജുന് യാത്രയയപ്പ് നൽകിയത്. കർണാടക സർക്കാർ ഉചിതമായ യാത്രയയപ്പാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സതീഷ് കൃഷ്ണ സെയിൽ MLA അടക്കമുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ SP ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പിന്നീട് ഒരിക്കൽ ഈ കുടുംബത്തെ സന്ദർശിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ചില നിയമവശങ്ങളിൽ ചില സാങ്കേതികത്വം ഉള്ളത് കൊണ്ടാണ് ഈ വീട്ടിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതെന്ന് വളരെ വൈഷമ്യത്തോടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ വീട്ടിലേക്ക് അർജുനെ ഒരു നോക്ക് കാണാനായി അക്ഷമയോടെ ഈ റോഡിന് ഇരുവശവും ആളുകൾ നീണ്ട നിരയായി നിൽക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവനായിരുന്ന അർജുനെ ഒരു നോക്ക് കാണുക, അന്തിമോപചാരം അർപ്പിക്കുക, ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതിനുവേണ്ടി ആളുകൾ ഈറൻ കണ്ണുകളോടെ നിലകൊള്ളുകയാണ്. വലിയ ജനക്കൂട്ടമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി ഇടപെടുന്നു, ഗതാഗതം നിയന്ത്രിക്കുന്നു, ആളുകളെ കൃത്യമായി നീണ്ട നിരയിലേക്ക് മാറ്റി നിർത്തുന്നു. അത്തരത്തിൽ മറ്റ് കാര്യങ്ങൾ, അതായത് ചടങ്ങുകളും മറ്റ് വരുന്ന ബന്ധുമിത്രാദികൾക്കും നേതാക്കന്മാർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ മൃത സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുന്റെ കുടുംബത്തിനായി അല്പസമയം വിട്ടു നൽകും. അതിനു മുമ്പ് ഇത്തരത്തിൽ ആളുകൾക്ക്
വരുന്നതിനും കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള സൗകര്യമാണ് ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കണ്ണാടിക്കൽ ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഈ അർജുന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിലൂടെയുള്ളത്. അർജുന്റെ സഹോദരൻ അഭിജിത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം, വയലുകൾ കടന്നുള്ള യാത്ര. ഈ യാത്ര അവന്റെ ജ്യേഷ്ഠന്റെ അവസാന യാത്ര. അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം എന്നറിയില്ല. കാരണം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഈ പ്രകൃതിയോടും ഈ വയലിനോടും ഇവിടുത്തെ ഈ സാഹചര്യങ്ങളും എല്ലാം. ഇത്തരത്തിൽ വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ പ്രകൃതി അത്രമേൽ. എന്തായാലും നമുക്ക് റിയാസ് KMRലേക്ക് പോകാം. റിയാസ് ആ വിലാപയാത്രയ്ക്കൊപ്പം തന്നെ ഉണ്ട്. റിയാസ്, ഇപ്പോൾ എവിടെ വരെ എത്തി? വിലാപയാത്ര വളരെ പതുക്കെയാണ് നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രത്തോളം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. തീർച്ചയായും വനമന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർ, MLA മാർ അടക്കമുള്ളവർ, ടി സിദ്ദീഖ് മുൻനിരയിൽ ഉണ്ട്, ഈ വിലാപയാത്രയുടെ മുൻനിരയിലുണ്ട്. പിന്നിലാണ് നാട്ടുകാരുള്ളത്. ഇതിപ്പോൾ അർജുന്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ്. ഇനിയും 1 കിലോമീറ്റർ നമുക്ക് ദൂരം താണ്ടാനുണ്ട്. എളുമ്പിലാട്ട് ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തിക്കഴിഞ്ഞു. പതിയാണ് വരുന്നത്. വലിയ തിരക്കാണ്. പോലീസും ഇത് നിയന്ത്രിക്കാൻ നന്നേ പാടുവരുന്ന ഒരു സാഹചര്യമാണ്. അർജുന്റെ നാട്ടുകാരൊക്കെ ഉണ്ട്, ഈ കൗൺസിലർ അടക്കമുള്ളവരുണ്ട്. ഇങ്ങനെയാണ് അർജുനോട്